ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നൈസ് ട്രേഡ്. ദിസ് ഈസ് നിയാസ്. നമ്മുടെ ചില സബ്സ്ക്രൈബേഴ്സ് വളരെ കൺസേൺഡ് ആയിരുന്നു. മാർക്കറ്റ് ഇത്രയും ഫോളോ ആവുന്ന സ്ഥിതിക്ക് അതൊരു കറക്ഷൻ ആണോ ക്രാഷ് ആണോ എന്നുള്ളത് അറിയില്ല. ഇൻവെസ്റ്റ്മെന്റ്സ് പിൻവലിക്കണോ അങ്ങനെയുള്ള ലോങ് ടൈമിലേക്ക് മാറ്റണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് നിഫ്റ്റിയെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാനും നിഫ്റ്റിയുടെ വാല്യുവേഷൻ നോക്കാനൊക്കെ നമ്മളോട് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു ചാനൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് വാല്യുവേഷനാണ്. അത് സ്റ്റോക്കിലാണെങ്കിലും ഇൻഡെക്സുകളിലാണെങ്കിലും വാല്യുവേഷൻ എന്നുള്ളതിന് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള റോളാണുള്ളത്. വാല്യുവേഷൻ നോക്കിയിട്ടാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ മീൻസ് ട്രേഡിങ്ങുകളെല്ലാം നടക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. സ്റ്റോക്കിലാണെങ്കിലും ഇൻഡെക്സുകളിലാണെങ്കിലും. അപ്പോൾ അതിന് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടിലാണെങ്കിലും ഇപ്പോൾ പി/ഇ റേഷ്യോ ഒക്കെ വെച്ചിട്ടുള്ള വാല്യുവേഷൻ അനാലിസിസ് ആണെങ്കിലും നമുക്ക് ക്ലിയർ കട്ട് എവിഡൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസിലേക്കാണ് ഈ വീഡിയോ പോകുന്നത്. പി/ഇ റേഷ്യോ വെച്ചിട്ട് നിഫ്റ്റിയുടെ വാല്യുവേഷൻ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. നിഫ്റ്റിയുടെ വാല്യുവേഷൻ ചെയ്യുന്നതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ്ങും ഉണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. സോ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ നോക്കുക. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വാല്യുവേഷൻ അനാലിസിസിൽ മലയാളത്തിലെ മറ്റ് ഫൈനാൻഷ്യൽ ഇൻഫ്ലുവൻസിങ് ചാനൽസിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കാൻ നോക്കുന്നത്. സോ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് വേണം. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണത്. അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു അനാലിസിസ് ആണ്. സോ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. മാർക്കറ്റിനെ കുറിച്ച് കൺസേൺഡ് ആയിട്ടുള്ള ഫോളിൽ പേടിച്ചിട്ടിരിക്കുന്ന ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കാൻ കൂടി ശ്രമിക്കണം. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫൈൻഡിങ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ വാച്ച് till the end and share this content to all of your friends. Okay, so let's go to the chart and the valuation analytics. അപ്പോൾ നിഫ്റ്റിയുടെ പ്ലെയിൻ ചാർട്ടാണ് ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത്. അതായത് ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം ഇതിലൊരു ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഓൺലി പ്രൈസ് ആക്ഷനും പിന്നെ അതേപോലെ തന്നെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള SMC ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള നൈസ് ട്രേഡ് ലിക്വിഡിറ്റി ലെൻസ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററാണ്. അതിലിഷ്ടം പോലെ സ്മാർട്ട് മണി കോൺസെപ്റ്റിൻ്റെ പല കോൺസെപ്റ്റുകളും നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണ്. അതിൽ ലിക്വിഡിറ്റി കാണാൻ പറ്റും, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഏരിയ നമുക്ക് അറിയാൻ പറ്റും, അതുപോലെ തന്നെ ലിക്വിഡിറ്റി സ്വീപ്പിംഗ് ഏരിയ, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർഡർ ബ്ലോക്ക്, ഇതെല്ലാം തന്നെ നമുക്ക് എല്ലാം കോമ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൂളാണത്. നമുക്ക് നമ്മളുടെ സ്റ്റോക്ക് അനാലിസിസിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ ആ ഒരു ടൂളിനെ പറ്റി കിട്ടും. സോ ആ ഒരു ടൂളും കൂടിയാണ് നമ്മൾ നോക്കുന്നത്. സോ പ്യുവർ പ്രൈസ് ആക്ഷനും ലിക്വിഡിറ്റി അനാലിസിസുമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പ്യുവർ പ്രൈസ് ആക്ഷൻ നോക്കാം. എന്താണ് നിഫ്റ്റിയിൽ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മാക്സിമം നമ്പർ ഓഫ് ടച്ചസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടായിരുന്നു ഇവിടെ. യു സീ ഇതായിരുന്നു പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ഫോൾ എന്ന് പറയുന്നത്. ഈ ഒരു ഫോള് നമുക്കെല്ലാവർക്കും അറിയാം. ഇലക്ഷൻ റിലേറ്റഡ് മോഡി ഗവൺമെൻറ്റിൻ്റെ മീൻസ് മോഡിയുടെ വോട്ട് കുറച്ച് പിന്നിലായി പരാജയപ്പെടുന്ന ഒരു പോലെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഉണ്ടായിരുന്നു. 17,000 വോട്ടിന് പിന്നിലായ ഒരവസ്ഥ. ആ സമയത്ത് മാർക്കറ്റ് വീണതാണ്. ജൂൺ 4 എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ് എല്ലാവർക്കും മറക്കാൻ പറ്റില്ല. സോ ആ സമയത്ത് വീണ അതേ ഒരു ലെവലിലേക്ക് നമുക്കൊരു ട്രെൻഡ് ലൈൻ വരക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി കൂടി ഫോള് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ. ആ ട്രെൻഡ് ലൈനിൻ്റെ ഒരു ടോപ്പ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ വരക്കുകയാണെങ്കിൽ ഇതായിരുന്നു അതിൻ്റെ ടോപ്പ്. അപ്പോൾ നമുക്കറിയാം ട്രെൻഡ് ലൈനിൻ്റെ ടോപ്പിലും ബോട്ടത്തിലുമാണ് സപ്പോർട്ട് എടുക്കുക മീൻസ് ബ്രേക്ക് ഔട്ടിന് ശേഷം. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈന് മുമ്പ് ബ്രേക്ക് ഔട്ട് ചെയ്തത് ആഫ്റ്റർ ഇലക്ഷൻ റിസൾട്ട് ആയിരുന്നു. BJP തന്നെ ഭരണത്തിലേക്ക് വന്ന സമയത്ത് മീൻസ് കൂടുതൽ ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പുതിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം സ്റ്റോക്ക് മാർക്കറ്റും പൊളിറ്റിക്സും വളരെയധികം റിലേറ്റഡ് ആണ്. നമുക്ക് പൊളിറ്റിക്സ് മാറ്റി നിർത്തിക്കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പ്ലേ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എപ്പോഴും പൊളിറ്റിക്സിലും സ്റ്റോക്ക് മാർക്കറ്റിലും അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഇത്തരത്തിലൊരു റാലി നമുക്ക് കിട്ടിയത്. സോ ആ സമയത്ത് തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു BJP ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. BJP ജയിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് പൊങ്ങും. ശ്രദ്ധിക്കേണ്ട മീൻസ് ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു, സ്റ്റോക്കുകൾ. സോ അപ്പം നമ്മൾ അതേ ട്രെൻഡ് ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ടോപ്പിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു നവംബർ 4 എന്നുള്ള പറഞ്ഞിട്ടുള്ള ദിവസം. പക്ഷേ ആ സപ്പോർട്ട് ഫെയിലായി. സോറി. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. പക്ഷേ അത് ഫെയിലായിപ്പോയി. എന്നിട്ട് ഈ ഒരു ചാനലിലേക്ക് വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ചെയ്യണത്. സോ ഈ ഒരു ചാനലിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് എടുക്കുക ഈ ചാനലിൻ്റെ ബോട്ടത്തിലായിരിക്കും. ഇവിടുന്ന് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ബൗൺസ് ചെയ്തിട്ട് മേലേക്ക് വരാൻ സാധ്യതയുണ്ട്. ആ മേലേക്ക് വരുന്ന ബൗൺസ് എത്ര വരെ പോകും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇതാണ് മീൻസ് പ്യുവർ പ്രൈസ് ആക്ഷനിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതെല്ലാം നമുക്ക് മായ്ച്ച് കളയാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസ് ആണ്. ഇപ്പോൾ ലിക്വിഡിറ്റി ലെൻസ് അനാലിസിസിൽ നമുക്കറിയാം ലിക്വിഡിറ്റി സോണുകൾ അല്ലെങ്കിൽ മീൻസ് ഭയങ്കര ആയിട്ടുള്ള വോളിയം ഉള്ള സോണുകളാണ് കൂടുതൽ കാണിക്കുന്നത്.
അപ്പോൾ നമുക്കറിയാം ചുവന്ന ഏരിയ എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രഷറും അല്ലെങ്കിൽ സെല്ലിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയും, ഗ്രീൻ ഏരിയ എന്ന് പറയുന്നത് ബൈയിങ് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയാണ് കാണിക്കുന്നത്. അപ്പം അതിൽ തന്നെ 0% ഉണ്ട്. 0നേക്കാൾ കൂടുതൽ പെർസെന്റേജ് ഉള്ള ഏരിയകളുണ്ട്. അപ്പോൾ നമ്മൾ 0%ന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല. 0നേക്കാൾ കൂടുതൽ എന്ത് പെർസെന്റേജ് വന്നാലും ആ ഏരിയ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു ഏരിയ റെഡ് സോൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബൈയിങ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ സോൺ ആണെങ്കിലും ബൈയിങ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനും സാധ്യതയുണ്ട്. വിച്ച് മീൻസ് അവിടെ ബയേഴ്സും സെല്ലേഴ്സും നല്ല ഒരു എമൗണ്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ഏരിയ ആണെന്നുള്ളതാണ് അർത്ഥം. സോ അങ്ങനെ നോക്കുമ്പോൾ മുൻപ് ഈ ഒരു സ്റ്റോക്ക് സോറി ഈ ഒരു ഇൻഡെക്സ് സപ്പോർട്ട് എടുക്കേണ്ടിയിരുന്നത് ഈ ഒരു പ്രൈസിലായിരുന്നു 25,440 എന്ന്. പക്ഷെ അവിടെ ഒരു തരത്തിലുള്ള സപ്പോർട്ടിനും മാർക്കറ്റ് നിന്നിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഭയങ്കര ഫോൾ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷമുള്ളൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രൈസിലായിരുന്നു. സീ ആഹ് ഏതാണ് ആ ക്യാൻഡിൽ 25,556 എന്ന് പറയുന്ന ഈ 18.24 എന്ന് പറയുന്ന ക്യാൻഡിൽ. അപ്പോൾ അവിടെ മാർക്കറ്റ് ഫോളോ ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. അവിടുന്ന് ഇവിടെ നല്ല സെല്ലേഴ്സ് ഉള്ളതുകൊണ്ട് ആ സെല്ലേഴ്സിന്റെ കയ്യിൽ നിന്ന് ബൈ ചെയ്യുക എന്നുള്ളൊരു ഇന്റൻഷൻ ആണെന്ന് വിചാരിച്ചാൽ മതി. പ്ലെയിൻ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബട്ട് ഒരു 286 പോയിന്റ് വരെ മാർക്കറ്റ് ജസ്റ്റ് പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിൽ വീണ്ടും സെല്ലേഴ്സ് ഭയങ്കര പവർഫുൾ ആയി. അപ്പോൾ അതിനുശേഷം ഇവിടെ കാണുന്ന ഒരു അടുത്തൊരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ബൈയിങ് ഇൻട്രസ്റ്റ് ആയിരുന്നു. അത് പറയുന്നത് ഈ ഒരു ഏരിയയിലാണുള്ളത്. C2474 എന്ന് പറയുന്ന ഏരിയയിൽ. അപ്പോൾ ആ ഏരിയയിൽ ഏറ്റവും ആദ്യം വന്ന സമയത്ത് തന്നെ ഒരു ചെറിയൊരു പുഷ് ബയേഴ്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. ഒരു 477 പോയിന്റ്. ഓപ്ഷനിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നൊരു ടൂളാണിത്. അതിപ്പോൾ ഏത് ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അതേ സോണിലേക്ക് വന്നപ്പോൾ വീണ്ടും ഒരു ബൈയിങ് പ്രഷർ നമുക്ക് കാണാൻ പറ്റി. 573 പോയിന്റ് കയറി. പക്ഷേ വീണ്ടും സെല്ലേഴ്സ് വന്നിട്ട് ആ ഒരു സോണിനെ കീഴ്പ്പെടുത്തി കളഞ്ഞു. കണ്ടില്ലേ? നല്ല വലിയ റെഡ് ക്യാൻഡിൽസ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി നോക്കുകയാണെങ്കിൽ ഇനിയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് യു ക്യാൻ സീ ഇവിടെ ഒന്നും ഇനി ഏരിയ ഇല്ല. കാരണം ഈ ഏരിയ ടേക്കൺ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ 0 ആണ്. ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയില്ല. ഓൾറെഡി അവിടെ ബ്രേക്ക് ചെയ്തും കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ലെവലിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. 22,800 എന്ന് പറയുന്ന പ്രൈസ് ലെവൽ. അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 41%, 28% എന്ന് പറഞ്ഞിട്ട് 2 ഏരിയകൾ, അതായത് 2 പ്രാവശ്യം സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് വന്നിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് അവിടെ ഇഷ്ടംപോലെ സെല്ലേഴ്സ് ഉണ്ട്. സോ നല്ല സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സെല്ലേഴ്സ് ഉള്ളിടത്ത് ബൈയിങ് ഇൻട്രസ്റ്റ് കൂടി ഉണ്ടാവും എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിന്റെ എസ്എംസി കോൺസെപ്റ്റിന്റെ ഇത് എന്ന് പറയുന്നത്. എസെൻസ് എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് ആണ് ഇനി മാർക്കറ്റിന് നല്ലൊരു തരത്തില് ഒരു മീൻസ് സപ്പോർട്ട് കിട്ടാൻ സാധ്യത 22,800 വരെ മാർക്കറ്റ് വീഴാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് എസ്എംസി ടൂൾ പ്രകാരം പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് പ്യുവർ പ്രൈസ് ആക്ഷൻ ആൻഡ് എസ്എംസി ടൂൾ. അപ്പോൾ പ്രൈസ് ആക്ഷനിലും എസ്എംസി ടൂളിലും നമുക്ക് കാണാൻ പറ്റുന്നത് 22,800 വരെ ഇത് പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ടോപ്പ് വരെ. എങ്ങനെയായാലും 23,000 നല്ലൊരു എന്താ പറയാ, ഒരു ഫാൻസി നമ്പർ ആയതുകൊണ്ട് ഒരു സൈക്കോളജിക്കൽ നമ്പർ എന്ന് പറയാം അതിന്. 23,000 അത് അവിടുന്നും ചെറിയൊരു റിയാക്ഷൻ വരാൻ സാധ്യതയുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയയിൽ നല്ലൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അർത്ഥം. ആ സപ്പോർട്ട് കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എസ്എംസി ഇൻഡിക്കേറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദാറ്റ്സ് എ ഹ്യൂജ് ഫോൾ. 19,800 വരെ. അത് എങ്ങനെയായാലും ഈ ഒരു മാർക്കറ്റിൽ അത്രയും ഫോൾ വരാൻ സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാൻ അത്രയും വിശ്വസിക്കാൻ കാരണം മീൻസ് ഗ്ലോബൽ ഇക്കണോമിയിൽ പ്രത്യേകിച്ച് വലിയൊരു നെഗറ്റീവ് ന്യൂസ് ഒന്നും കാണുന്നില്ലെങ്കിലും ഇന്ത്യയിലിപ്പം അദാനിയുടെ ഇഷ്യൂ, ഇന്നലെ വന്നിട്ടുള്ള അദാനിയുടെ ഇഷ്യൂവും മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ എന്നാലും അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്. ഒരു പോസിറ്റീവ് കാര്യമാണ് ഞാൻ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അത് വാല്യുവേഷൻ അനാലിസിസിലാണ്. വാല്യുവേഷൻ അനാലിസിസിൽ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ് കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷത്തെ PE റേഷ്യോയുടെ ഹിസ്റ്റോറിക്കൽ വാല്യുവേഷൻ നോക്കിയിട്ടാണ് നമ്മളതിനെ അനുമാനിക്കാൻ പോകുന്നത്. സോ ആ ഒരു സെഗ്മെന്റിലേക്ക് നമുക്ക് പോയി നോക്കാം. എന്താണ് അവിടെ ഉള്ളതെന്ന്, എന്തെങ്കിലും പ്രതീക്ഷിക്കാനുണ്ടോ പോസിറ്റീവ് ആയിട്ടുള്ളതെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് നിഫ്റ്റിയുടെ PE റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള, നമുക്കറിയാം പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണ്. നിഫ്റ്റിയുടെ പ്രൈസും EPSും തമ്മിലുള്ള ഒരു ഡിവിഷൻ എടുത്തിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാല്യുവേഷൻ റേഷ്യോ ആണ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ, PE റേഷ്യോ എന്ന് പറയും. സോ നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് കൃത്യമായിട്ട് 5 വർഷത്തെ ഒരു പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോയുടെ ചാർട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റോക്കിൽ എന്നുള്ള പോലെ തന്നെ അല്ലെങ്കിൽ ഇൻഡെക്സിന്റെ ചാർട്ടിൽ എന്നുള്ള പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ചില പാറ്റേണുകൾ നമുക്ക് PE റേഷ്യോയുടെ ചാർട്ടിലും കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ റോസ് കളറിൽ കാണുന്നതാണ് നിഫ്റ്റിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. അതുപോലെ ബ്ലാക്ക് കളറിലാണ് നിഫ്റ്റിയുടെ PE റേഷ്യോന്റെ ചാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു. ഈ ട്രെൻഡ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 18, 2021. അപ്പോൾ ആ ഒരു ട്രെൻഡ് മുതൽ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം.
എന്നിട്ട് വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഓഗസ്റ്റ് 2021 എന്ന് പറയുമ്പോൾ ജൂലൈ, ഓഗസ്റ്റ്. ദാ ഇവിടുന്നൊരു ഇത് കണ്ടല്ലോ നമ്മള്. ഒരു 17% അടുത്ത് ഇൻക്രിമെന്റ് നമുക്ക് ആ ഒരു ഏരിയയിൽ വന്നപ്പോൾ കിട്ടി. പിന്നീട് അതേ ഏരിയയിലേക്ക് മീൻസ് അവിടെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ വരയ്ക്കുകയാണ് കേട്ടോ. അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഇത് പിഇൻ്റെതാണ് നമ്മൾ നോക്കുന്നത്. പിഇ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇതിന് അവിടെയാണ് നമ്മളൊരു ട്രെൻഡ് ലൈൻ വരക്കുന്നത്. ട്രെൻഡ് ലൈൻ വരക്കാൻ അറിയാത്തവർക്ക് നമുക്ക് ജസ്റ്റ് നന്നായിട്ട് കണ്ടാൽ മതി. നമ്മൾ കൂടുതൽ ബേസിക് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതിനായിട്ടൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് വളരെ ബേസിക് ലെവൽ മുതൽ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നതാണ്. സോ കീപ് ഫോളോയിങ് അസ് ആൻഡ് സപ്പോർട്ടിങ് അസ് ബൈ വേ ഓഫ് ഷെയറിങ് അവർ കോണ്ടന്റ് ടു I am very sure that you will not get quality content related to valuation and all these stuffs in any other channel in Malayalam. So, അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ, പറഞ്ഞ പോലെ പിന്നീട് അത് 2021 നവംബർ മാസത്തിൽ പിന്നീട് ആ ഒരു ലെവലിലേക്ക് വന്നത്. അപ്പോഴും മാർക്കറ്റ് ഒരു പുഷ് കൊടുത്തിട്ടുണ്ടാവണം. സീ ഹിയർ നവംബർ. ഇവിടുന്ന് ഒരു ഏകദേശം 9% ഇൻഡെക്സിലൊക്കെ 9-10% എന്ന് പറയുന്നത് വലിയൊരു ഇതാണ് നമുക്കറിയാം. പിന്നീട് ആ ഒരു ലൈനിലേക്ക് തിരിച്ചു വന്നത് മാർച്ചിലായിരുന്നു. 2022 മാർച്ച്. 2022 മാർച്ച് ഇവിടെ ഈ ഒരു ഏരിയ. യു ക്യാൻ സീ ഹിയർ. ഈ താഴത്ത് നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ പറ്റും കേട്ടോ. താഴത്ത് കറുത്ത മാർക്കിൽ ഈ ഒരു കഴ്സറിലോട്ട് ഡേറ്റ് കാണാൻ പറ്റും. അവിടുന്ന് നമുക്ക് ഏകദേശം 14% ഇൻഡെക്സിൽ കിട്ടി. ആൻഡ് അഗെയിൻ ആ ഒരു ലെവലിലേക്ക് വീണ്ടും വന്നത് ജൂൺ മാസത്തിലാണ്. 2022 ജൂൺ, ജൂലൈ മാസത്തിൽ. 22 ജൂൺ, ജൂലൈ മാസത്തിൽ വന്ന സമയത്ത് നേരെ അത്യാവശ്യം നല്ലൊരു 23% ഇൻഡെക്സിൽ 23% എന്ന് പറയുമ്പോൾ സ്റ്റോക്കിലൊക്കെ ആകുമ്പോൾ അത് മീൻസ് മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലൊക്കെ 200+% ഒക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ മുതൽ ഈ ഒരു ട്രെൻഡ് ലൈൻ മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇങ്ങനെ വരക്കാം. ഇവിടുന്ന് ഇങ്ങനെ സ്ലോപ്പ് ആയിട്ടുള്ള ഒരു ഡൗൺവാർഡ് ട്രെൻഡ് ലൈനാണ് നമ്മൾ വരച്ചത്. ഇനി സ്ട്രെയിറ്റ് ലൈനാണ് വരക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഏരിയ നിന്നാണല്ലോ ബ്രേക്ക് ഔട്ട് കിട്ടിയത് ജൂൺ 7. ആ ഒരു ലൈനിലേക്ക് വീണ്ടും വന്നത് എപ്പോഴാണ്? മാർച്ച് 23ലാണ്. മാർച്ച് 23ൽ വന്ന സമയത്ത് മാർച്ച് 23ൽ വന്ന സമയത്ത് വീണ്ടും അത് കയറിയിട്ടുണ്ട് 20%ൻ്റെ അടുത്ത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നേരത്തെ നമ്മൾ കണ്ടല്ലോ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ ഉള്ളത്. അതിനുശേഷം പിഇ റേഷ്യോ വെച്ചിട്ട് നമുക്ക് പിന്നീട് പ്ലേ ചെയ്തിട്ടുള്ളൊരു ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈനാണ് അവിടെ ഉണ്ടായിരുന്നത്. സോ പിഇ റേഷ്യോക്ക് ൻ്റെ ചാർട്ട് കൂടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലൊരു ട്രെൻഡ് ലൈൻ കൂടി ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. ആദ്യം ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ട് അതായത് മാർച്ച് 2023 വീണ്ടും എടുത്തു. പിന്നീട് നമുക്ക് വന്നത് അപ്പോൾ ഈ ട്രെൻഡ് ലൈന് പിന്നീട് മീൻസ് പ്രൈസിൻ്റെ അതായത് ഇൻഡെക്സിൻ്റെ പ്രൈസിലേക്ക് അത് ഇങ്ങോട്ട് താഴ്ന്നിട്ടില്ല പിന്നീടുള്ള സമയങ്ങളിലൊന്നും. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് ഇൻവാലിഡ് ആയി. കാരണം ഈ ഒരു പോയിന്റിലും എടുത്തു, ഈ ഒരു പോയിന്റിലും എടുത്തു. പിന്നീട് ഉണ്ടായിരുന്നത് ഈ ഒരു പോയിന്റാണ്. പക്ഷേ നമുക്ക് നോക്കാം പിഇ റേഷ്യോന്റെ ട്രെൻഡ് ലൈനിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇതിപ്പോൾ ഏതാ ഇവിടെ വന്നത് ഒക്ടോബർ 2023. ഒക്ടോബർ 2023 എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ പിഇ റേഷ്യോന്റെ കേസിൽ സെയിം ട്രെൻഡ് ലൈനിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് മുമ്പ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ള ജൂണിലേക്കും അതേപോലെ മാർച്ച് ലെവലിലേക്കുമാണ് വീണ്ടും ഒക്ടോബറിൽ എത്തിയത്. പക്ഷേ ആ പിഇ റേഷ്യോന്റെ ട്രെൻഡ് ലൈനിലേക്ക് എത്തിയ സമയത്തും മാർക്കറ്റ് ഇവിടുത്തെ ഈ ഒരു ലെവൽ വരെ താഴ്ന്നിട്ടില്ല. അപ്പോൾ ഇതുവരെ താഴ്ന്നത്. അപ്പോൾ ഇതാണ് പുതിയൊരു ട്രെൻഡ് ലൈനായിട്ട് നമുക്ക് പിന്നീട് എടുക്കേണ്ടി വന്നത്. അപ്പോൾ ഇവിടുന്ന് അതായത് ഒക്ടോബറിന് വീണ്ടും നമുക്കത് നല്ല രീതിയിലൊരു പുഷ് മേലേക്ക് കിട്ടി. ഒരു 19-20% പുഷ് കിട്ടി. വീണ്ടും അതേ ലെവലിലേക്ക് മാർക്കറ്റ് വീണത് മെയ് 2024 നോക്കൂ ഇവിടെ അതേ ലെവലിലേക്ക്. യു ക്യാൻ സീ ദിസ്. ജൂൺ 4 അല്ലെങ്കിൽ ജൂൺ 4 നമുക്കറിയാം ജൂൺ 4ൻ്റെ പ്രത്യേകത. ജൂൺ 4ൻ്റെ ആ ഒരു ഏരിയയിലേക്ക് വന്നു. കാരണം ഇതാണ് നമ്മൾ ആ ട്രെൻഡ് ലൈൻ വരച്ചല്ലോ. അപ്പോൾ ജൂൺ 4ലേക്ക് നമുക്കത് ഇതാക്കി കളയാം. ഇതാണ് ജൂൺ 4ൻ്റെ ലോ എന്ന് പറയുന്നത്. അന്നാണ് പിന്നീട് അതേ ട്രെൻഡ് ലൈനിലേക്ക് വരച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണെങ്കിലും നമുക്ക് ഇവിടെയും കിട്ടും, ഇങ്ങനെ കിട്ടും. ഓക്കെ. ഈ ഒരു ഏരിയയാണ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റാത്തത്. പക്ഷേ ഇതേതായിരുന്നു? മാർച്ച് ടച്ച് ചെയ്തു, ഒക്ടോബറിലുള്ള ബ്രേക്ക് ഔട്ട് ടച്ച് ചെയ്തു, ജൂൺ 4ലെ ഏറ്റവും ലോ ടച്ച് ചെയ്തു. ആ ലോ ടച്ച് ചെയ്തതിന് ശേഷം ജൂൺ 4ന് ശേഷം നമുക്കറിയാം വീണ്ടും തന്നിട്ടുള്ളത് ഏകദേശം ഒരു
24%ന്റെ അടുത്താണ്. സോ ഇവിടെ വന്നതിനൊക്കെ ശേഷം ഇവിടെ മുതല് നിഫ്റ്റി തന്നുകൊണ്ടിരിക്കുന്നത് 24%. ഇവിടുത്തത് ഏകദേശം എത്രയാണ്? 20%ന്റെ അടുത്ത്. പിന്നേം വന്നത് ഏകദേശം എത്രയാ? 19-20%. ഇവിടുന്നും പിന്നെ അതായത് ജൂൺ 4 ലോ മുതൽ തന്നിട്ടുള്ളത് 23%. അത് 24%, 20%, 20%, 23%, ആ ഒരു ലെവലിലേക്ക് അങ്ങനെ നിഫ്റ്റി പിന്നീട് തന്നിട്ടുണ്ട്. അപ്പോൾ അതേ ലൈനിലേക്കാണ് വീണ്ടും നിഫ്റ്റി വരാൻ പോകുന്നത് ഓൾസോ. അത് പ്രൈസിന്റെ നിഫ്റ്റിയുടെ അണ്ടർലൈങ് ചാർട്ടിലാണെങ്കിലും PE ചാർട്ടിലാണെങ്കിലും യു ക്യാൻ സീ. അതായത് അതേ ലൈനിൽ. ഇപ്പോൾ PE ചാർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സി ഈ ഒരു ഏരിയയിൽ സി ഇനിയിപ്പം വളരെ കുറച്ച് ദൂരെ ഇതിലേക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ഇപ്പം നമ്മൾ നേരത്തെ SMC ഇൻഡിക്കേറ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വരച്ച വരയാണിത് ഈ ട്രെൻഡ് ലൈന്. അവിടെ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വരച്ച വര കണ്ടില്ലേ? ഇവിടെ ഒരു ഇന്റർസെക്ഷൻ വരുന്നുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈനിൻ്റെയും ഇവിടുത്തെ ഈ പറഞ്ഞിട്ടുള്ള ഓർഡർ ബ്ലോക്ക് ഏരിയ അല്ലെങ്കിൽ വാല്യൂ ഏരിയ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇന്റർസെക്ഷൻ. ഈ പ്രൈസ് പോയിന്റ് എന്ന് പറയുന്നത് ഏതാണ്? 22,800 ലെവൽ. സോ ഇതുവരെയാണ് മാർക്കറ്റ് ഇപ്പോഴത്തെ ആ ഒരു ഭീകരമായിട്ടുള്ള ഫോള് വരാൻ സാധ്യത. ഇവിടുന്ന് നിങ്ങൾക്ക് എങ്ങനെ ആയാലും ഒരു ബൗൺസ് പ്രതീക്ഷിക്കാം. എത്ര വീക്ക് മാർക്കറ്റ് ആണെങ്കിലും ഒരു ചെറിയൊരു ബൗൺസ് പ്രതീക്ഷിക്കാം. ചിലപ്പോൾ അതിന് ശേഷം ഇന്റർനാഷണൽ സംഗതി കൂടി ബാഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് പോവുക. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു ഏരിയ തന്നെ കുറച്ച് കാലം സപ്പോർട്ട് എടുത്തിട്ട് യു ക്യാൻ സീ മാർക്കറ്റ് വിൽ റിവേഴ്സ് അഗെയിൻ. ആൻഡ് നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള പോലെയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സീ ഓൾമോസ്റ്റ് എത്രയാണ് പെർസെൻറ്റേജ് നമുക്ക് കിട്ടിയിരുന്നത് കഴിഞ്ഞ ലെവലിലൊക്കെ? 20% ആണ് മിനിമം, 24% ആണ് മാക്സിമം. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ ഒരു ഹിസ്റ്റോറിക്കൽ മീൻസ് പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ചാർട്ടിലുള്ള ഹിസ്റ്റോറിക്കൽ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ എക്സ്പെക്ട് അപ് ടു ദ സൈക്കോളജിക്കൽ ലെവൽ ഓഫ് 28,000 ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് നെക്സ്റ്റ് ഇയർ. സി അങ്ങനെ നോക്കുമ്പോൾ 28,000 എന്ന് പറയുന്നതിലേക്കുള്ള ഒരു ദൂരം സൈക്കോളജിക്കൽ ലെവൽ പ്രൈസിംഗ് ആയിട്ടാണ് ടാർഗറ്റ് എടുക്കുന്നത് കേട്ടോ. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. 22,000. അപ്പം നമ്മൾ പ്രീവിയസ്ലി കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ഇതിലേക്ക് ഈ ഒരു PE റേഷ്യോയുടെ ഈ ഒരു ട്രെൻഡ് ലൈനിലേക്ക് വരുന്ന സമയത്തൊക്കെ മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. സോ ഇതായിരുന്നു PE റേഷ്യോയുടെ ആ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത്. ഇവിടെ മുതൽ മാർച്ച്, അതേപോലെ ഒക്ടോബറിലെ ബ്രേക്ക്ഔട്ട്, ജൂൺ 4 ബ്രേക്ക്ഔട്ട്, ആ ഒരു ലെവലിലേക്ക് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. മീൻസ് നമ്മുടെ അണ്ടർലൈൻ പ്രൈസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ PE റേഷ്യോയും വരുന്നുണ്ട്. സോ ദിസ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡിങ്. വേറെ ആരും ഈ ഒരു സംഗതി കണ്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല, ശ്രദ്ധിച്ചിട്ടില്ല. സോ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഫൈൻഡിങ്സ് എത്തിച്ചു കൊടുക്കാൻ നോക്കുക. ആൾക്കാർക്ക് ആ ഒരു ലെവൽ നന്നായിട്ട് നോക്കാൻ പറ്റും. അവിടെയും കൂടി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പം മാർക്കറ്റ് എവിടെ നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അവിടെ നല്ല രീതിയിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. സോ അതൊരു ക്രൂഷ്യൽ ഏരിയയാണ്. സോ എല്ലാവർക്കും അതിൻ്റെ ഒരു ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കാനും ഈ മാർക്കറ്റ് ഫോളോ ആവുന്നു എന്ന് വിചാരിച്ചിട്ട് പേടിച്ചിരിക്കുന്നവരിലേക്ക് ഈ ഒരു സാധനം എത്തിച്ചു കൊടുക്കാനും, ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കാനും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ തോട്ട്സ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ വാല്യുവേഷൻ സ്റ്റോക്കിനെ കുറിച്ചും ചെയ്യുന്നുണ്ട്, മാർക്കറ്റിനെ കുറിച്ചും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ വാല്യുവേഷൻ ടൂളുകളൊക്കെ ആയിട്ട് കൂടുതൽ വാല്യുവേഷൻ ടൂളുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. കാരണം നമ്മുടെ പോളിസി എന്ന് പറയുന്നത് തന്നെ അതാണ്. നന്നായിട്ട് വാല്യൂ ഇൻവെസ്റ്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ആളുകൾ വാല്യുവേഷൻ നോക്കൽ നിർബന്ധമാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഒരു കിലോ തക്കാളിക്ക് 500 രൂപ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ വാങ്ങിക്കുമോ അത്? അതായത് നമുക്കറിയാം അതിൻ്റെ പ്രൈസ് 500-നുള്ള വെർത്ത് ഇല്ല എന്നുള്ളത്. അത് അത്രയും ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മളത് വാങ്ങിക്കില്ല. പക്ഷേ അതിന് 500 രൂപ അല്ല എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ്, അതിൻ്റെ വാല്യൂ അത്ര ഇല്ല എന്ന് നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ വാങ്ങിക്കാത്തത്. പക്ഷേ സ്റ്റോക്കിൻ്റെ കേസിൽ ഇതേപോലെ 40 രൂപേൻ്റെ സ്റ്റോക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് 500 രൂപയ്ക്ക് തന്നാലും നിങ്ങൾ അറിയില്ല അതിൻ്റെ വെർത്ത് 40 ഉള്ളൂ, 500 അല്ല എന്നുള്ളത്. അങ്ങനെ 500 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന സ്റ്റോക്കുകളാണ് പിന്നീട് താഴ്ന്ന് 100ലേക്കും 40ലേക്കും തിരിച്ചെത്തുമ്പോൾ നമ്മൾ അത്രയും ലോസിലായി പോകുന്നത്. സോ നമ്മളുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 40 രൂപേൻ്റെ ഒരു സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെയർ വാല്യൂ എന്താണെന്നുള്ളത് നോക്കിയിട്ട് 40നോട് മീൻസ് ആസ്പാസായിട്ടാണോ അത് നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. 40ൽ താഴെയാണ് ഇതിൻ്റെ ഫെയർ വാല്യൂ എന്നുണ്ടെങ്കിൽ 30 രൂപയ്ക്കാണെന്നുണ്ടെങ്കിൽ അണ്ടർ വാല്യൂഡ് എന്നും 40നേക്കാൾ മേലെ 50 60 രൂപയ്ക്കാണെങ്കിൽ ഓവർ വാല്യൂഡ് എന്നും എന്നുള്ള ഒരു കൺക്ലൂഷനാണ് നമ്മൾ പറയുക. എന്നിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ അത്തരം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും. ഇപ്പം ഇൻഡെക്സുകളിലും നമുക്കതിനെ വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ വാല്യുവേഷനെ കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾ, ഫ്രീ വീഡിയോകൾ വരുന്നുണ്ട്, പ്രീമിയം വീഡിയോസൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ കൂടുതൽ പോകെ മനസ്സിലാക്കും. അപ്പോൾ കൂടുതലായിട്ട്
മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. സോ സീ യു വിത്ത് അനദർ ഗുഡ് വീഡിയോ. ബൈ ബൈ.